ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ശ്രീന്തി പോവാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. പാട്ടൊക്കെ ഉണ്ട്, സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നും ശ്രീന്തിക്ക് ബുധനാഴ്ച യൂണിഫോം കിട്ടാത്തതുകൊണ്ട് തന്നെ കളർ ഡ്രസ്സാണ്. അപ്പോൾ നല്ല ഒരുങ്ങി സുന്ദരി കുട്ടിയായിട്ട് പോയി. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് വിശന്നു. അപ്പോൾ രാവിലെ പാലപ്പവും സ്റ്റൂവായിരുന്നു. അപ്പോൾ എനിക്ക് സ്റ്റൂ വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പാലപ്പവും മുട്ടക്കറിയാണ് കഴിച്ചത്. ഇനി ഈ മുട്ടക്കറി എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, സുൽത്താന് ചപ്പാത്തിയും മുട്ടക്കറിയായിരുന്നു. പിന്നെ ഞങ്ങൾ പണ്ടേ കട്ടൻകാരായതുകൊണ്ട് തന്നെ കട്ടനും ഒരു ഗ്ലാസ് കട്ടൻ ഇല്ലാതെ എങ്ങനെ ഞാൻ പാലപ്പം കഴിക്കും. അപ്പോൾ കട്ടനും കൂട്ടി പാലപ്പം കഴിച്ചു, കട്ടനും കുടിച്ച്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനും ഉച്ചയ്ക്കത്തെ പരിപാടിയായി. ഇപ്പോൾ ഉച്ചയ്ക്ക് മാങ്ങ അച്ചാറിടാമെന്ന് കരുതി. അപ്പോൾ മാങ്ങ അരിഞ്ഞു, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാനായിട്ട് ഇടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തു കൊടുത്തു. അപ്പോൾ അമ്മ നല്ല മാങ്ങ അച്ചാറൊക്കെ ഇട്ടു. അമ്മയുടെ മാങ്ങ അച്ചാർ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അമ്മ മാങ്ങ അച്ചാറൊക്കെ ഇട്ടു. അപ്പോൾ മീൻകാർ പോയി. അപ്പോൾ മീൻകാരുടെ കയ്യിൽ നിന്ന് മത്തിയാണ് വാങ്ങിച്ചത്. അപ്പം മത്തി കിട്ടിയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ചക്ക നിൽപ്പുണ്ടായിരുന്നു. അപ്പം ചക്ക വേവിക്കാമെന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ ചേച്ചി അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി പെട്ടെന്ന് തന്നെ ചക്കയൊക്കെ എടുത്ത് അരിഞ്ഞു തന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് മത്തിയൊക്കെ വെട്ടി റെഡിയാക്കി അമ്മയ്ക്ക് കൊടുത്തു. അമ്മ പിന്നെ മീൻ കറിയൊക്കെ വെച്ചു. എന്നും നമ്മൾ കുറേ ദിവസമായിട്ട് ചെറിയ മീനൊക്കെ കൊണ്ടുവന്ന് പറ്റിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് വറുത്തരച്ച് കൂട്ടാൻ വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വറുത്തരച്ച് അമ്മ വെക്കുവാണ് മത്തിക്കറി. അപ്പോൾ മത്തിക്കറി ഇവിടെ തിളയ്ക്കുന്നുണ്ട്. മത്തിക്കറി വെന്തു. അതുപോലെ തന്നെ ചക്കയ്ക്ക് വേണ്ടിയിട്ട് തേങ്ങയൊക്കെ തിരുമ്മി ഞാൻ കൊടുത്തപ്പോൾ ചക്കപ്പുഴുക്കും ഇവിടെ വെന്ത്. ചൂട് ചക്കയും മത്തിക്കറി നല്ല സൂപ്പർ കോമ്പിനേഷനല്ലേ. ഇത് ഇഷ്ടമല്ലാത്ത മലയാളികളില്ലല്ലോ. അപ്പോൾ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ചൂട് ചക്കപ്പുഴുക്കും മത്തിക്കറി. അപ്പോൾ എനിക്ക് ഒരുപാട് തുണിയൊക്കെ നനയ്ക്കണമായിരുന്നു, കുളിക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ കുറച്ച് ചക്കപ്പുഴുക്കും അതുപോലെ തന്നെ കുറച്ച് മീൻ കറിയും അച്ചാറും പിന്നെ കുറച്ച് ചോറും ഒക്കെ എടുത്താണ് കഴിച്ചത്. എനിക്ക് ഈ ചക്ക ഒത്തിരി കഴിക്കാൻ പറ്റത്തില്ല, ഗ്യാസ് കൊള്ളും. അപ്പോൾ എന്നെപ്പോലെ ഈ ചക്കയൊക്കെ കഴിച്ചാൽ ഗ്യാസ് കൊള്ളുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇച്ചിരി ചോറും അതുപോലെ തന്നെ രാവിലെ പിള്ളേർക്ക് കൊടുത്താണ് തോരൻ, പയറ് തോരനല്ല, ബീൻസ് തോരനും അതുപോലെ തന്നെ ശ്രീന്തിക്ക് ഇഷ്ടമുള്ളതാണ് വഴുതനങ്ങ മെഴുക്കുവരട്ടി. ശ്രീന്തിയുടെ ഫേവറേറ്റാണ് വഴുതനങ്ങ മെഴുക്കുവരട്ടി. പിന്നെ ചമ്മന്തി, അതുപോലെ തന്നെ ഉപ്പിലിട്ട നാരങ്ങയും ക്യാരറ്റും, അതും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്യാരറ്റും നാരങ്ങയും കൂടെ ഉപ്പിലിടുന്നു. അപ്പോൾ അതും എല്ലാം കൂടെ കൂട്ടി നല്ല വിശന്നിരിക്കുമായിരുന്നു. ജോലിയെല്ലാം കഴിഞ്ഞ് പോയി കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്കും നല്ല വിശപ്പൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ മുഴുവൻ ചോറും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ലതായിട്ടൊരു കഴിപ്പം കഴിച്ചു. അപ്പോൾ മത്തിക്കറിയും ചക്കപ്പുഴുക്കും നല്ല കോമ്പിനേഷൻ, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ മത്തിക്കറി. എനിക്ക് മത്തിക്കറി പൊതുവേ ഇഷ്ടമല്ല, പക്ഷേ ഇന്ന് നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാം കഴിച്ചു. മത്തിക്ക് കുറേ പരിഞ്ഞിലുണ്ടായിരുന്നു. അതെല്ലാം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്, വൈകിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി ചോറിൻ്റെ കൂടെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.